ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ ഒരു 2 ദിവസത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയും കണ്ടുകൊണ്ട് തന്നെ എബി രാവിലെ എഴുന്നേറ്റ് വന്നു ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും ആശാൻ വീട്ടിൽ നിന്നാൽ ഉടുപ്പിടത്തില്ല കേട്ടോ. അത് എന്താണെന്നറിയില്ല, അവൻ എപ്പോഴും ഇവിടെ നിന്നാൽ ഒന്നിൽ പാൻറ്റോ ഷോർട്ട്സോ ഒക്കെ ഇട്ട് നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഡ്രസ്സ് ഇടുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എബി. അങ്ങനെ അതുപോലെ തന്നെ രാവിലെ തന്നെ എൻ്റെ എല്ലാ അടുക്കള ജോലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനുള്ള ഫുഡും പാക്ക് ചെയ്ത് അവൻ ഞാൻ താഴോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പതിവുപോലെ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു, അങ്ങ് താഴോട്ട് പോയിട്ടില്ല. അതിനുശേഷം അവൻ താഴോട്ട് തന്നെ പോയി ബസ് കയറി സ്കൂളിലോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവിടെ വേറെയും പിള്ളേരൊക്കെ വന്നിരിക്കും, വേറെ സ്കൂളിൽ 2 പിള്ളേർ വരും, അവൻ്റെ കൂടെ തന്നെ വേറെയും പിള്ളേരൊക്കെ ഈ സ്റ്റോപ്പിൽ നിന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ കുടയും വെച്ചിട്ടാണ് പോയത്. പോയ സമയത്തൊന്നും മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. മഴക്കാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ കയ്യിൽ കുട കരുതിയിട്ടാണ് പോയത്. തിരിച്ച് വന്നൊരു 5 മിനിറ്റ് ഇരുന്നു. അത് ക്ഷീണത്തോടെ വെള്ളം കുടിക്കേണ്ടെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടിയാക്കിയ വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുടിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനത് കുടിച്ചു കേട്ടോ. ഇങ്ങനെ നിർത്താതെ കുടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ചൂട് അങ്ങനെ അധികം ഇല്ലായിരുന്നു. എനിക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കേക്ക് ബേക്കിങ്ങിൽ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്, ചേട്ടനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം വെച്ച സമയത്ത് വേവാത്തോണ്ട് ഒരു 5 മിനിറ്റ് ഞാൻ കൂടെ വെച്ച് കേട്ടോ. വെച്ചപ്പോഴത്തേക്കും സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ. ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ ഇത് വലുതായിട്ട് പൊന്തി വരത്തില്ല കേട്ടോ. ഇത് മറ്റേ വാനില സ്പഞ്ച് പോലെ അത്രയും പൊന്തി വരത്തില്ല, ഒരല്പം പൊക്കം കുറവായിരിക്കും. പക്ഷേ ഇത് കഴിക്കാനൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുക്കറിലൊക്കെ വെക്കുന്നതിൻ്റെ ഒരു ഭാഗപ്പഴം ഉണ്ടായിരുന്നു കണ്ട്. ഇത്രയും ഇങ്ങനെ പൊങ്ങി വരത്തില്ല. ഇതിപ്പോൾ കുക്കറിൽ വെച്ചത് കൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പോയി. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സൈഡ് മാത്രമേ ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്ത് ഞാൻ എൻ്റെ മാമിന് അയച്ചു കൊടുത്തപ്പോൾ വൈകുന്നേരത്ത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു കേക്ക് കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനും അശ്വനിയും കൂടെ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഡയറ്റിങ്ങൊക്കെ ഒഴിവാക്കി ഞങ്ങളിങ്ങ് ബീനയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കടയിലാണ് ഇരിക്കുന്നത്. ബീനയും സ്നേഹയും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ പോയ നേരം കൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ കുറച്ചേരം ഇരുന്നു. പിന്നെ സ്നേഹ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഒരു ഡയറി മിൽക്ക് തന്നു കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഡയറി മിൽക്ക് കഴിക്കുന്നത്. എനിക്ക് ഡയറി മിൽക്ക് എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. ഇനി ഏതൊക്കെ ചോക്ലേറ്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ഡയറി മിൽക്കിനോളം വരില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് എല്ലാ ഫ്ലേവറും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ പോയി ഞാൻ ഫോൺ എടുക്കാറില്ല. എന്തെങ്കിലും മെസ്സേജോ കോളോ വരുമ്പോൾ മാത്രമേ ഞാൻ ഫോൺ എടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ പോയി അങ്ങനെ വീഡിയോസ് എടുക്കാൻ ഞാൻ അധികം അങ്ങനെ ഫോൺ എടുക്കാറില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ലോകം പോലെ ഞങ്ങളവിടെ ഉച്ച വരെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു. സ്നേഹ പായസം ഉണ്ടാക്കി തന്നു കേട്ടോ. അവിടെ നിന്നും കുറച്ച് കുടിച്ചു. പിന്നെ എബിക്കും ചേട്ടനോട് കുറച്ച് പായസം തന്നു വിട്ടു. അതും കൊണ്ട് ഞാൻ വൈകുന്നേരത്ത് വീട്ടിലോട്ട് വന്നു. അവർക്ക് പായസമൊക്കെ കൊടുത്തു. എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. മിലുവിനെ കുറേ നേരം വരെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മിക്കു അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. മിക്കുന്ന് എബി ചേട്ടനെ കണ്ടിട്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ കൈകൊട്ടാനൊക്കെ പറയുന്ന സമയത്ത് കൈകൊട്ടി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് വീഡിയോ കോളിൽ ഫോൺ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൈ ഒന്നും കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെയും പിടിച്ച് ഈ ഫോണും വെക്കാനായിട്ട് അമ്മയ്ക്ക് അങ്ങനെ വലിയ പ്രാക്ടീസ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് മിക്കു വന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്രോക്ക് ഇട്ട് നിൽക്കുകയുണ്ട്. അപ്പം ഞാൻ നല്ല പാവാട പാട്ടുപാടിയ സമയത്ത് ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് എബിയാണ് വിളിക്കുന്നത്. ഞാനാണ് അവന് പാട്ട് പാടി കൊടുക്കുന്നതെങ്കിൽ പോലും അവ എന്നെ വിളിക്കുന്നില്ല. അവ എബി 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 എന്നാണ് വിളിക്കുന്നത്. കണ്ട ആ ഡ്രസ്സിലെ മുത്ത് വരെ എബിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എബി എന്ന് വിളിച്ച് അവൻ്റെ സന്തോഷം കണ്ടോ, ഭയങ്കര സന്തോഷമാണ് അവന്. ഇങ്ങനെ ചില സമയത്ത് എബിയെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എബി അടുത്തില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഇത് ആദുവിൻ്റെ ഒരു വീഡിയോ ബീൻ എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. അവന് ഇനി വരുന്ന കുഞ്ഞുവാവകളെ കുറിച്ചുള്ള അവൻ്റെ സങ്കല്പത്തിലെ കുറേ കാര്യങ്ങളും അവർക്കിടാൻ്റെ പേരുകളും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല രസമാണ്, കേൾക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഞാൻ അതങ്ങനെ വെക്കാത്തതാണ്. അതിനൊരു വിഷമമാണ് കേട്ടോ, ഞാൻ അവൻ്റെ വോയിസ് ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു വോയിസ് ഞാൻ പിടിച്ച് വെച്ചിരുന്നതാണ്, പക്ഷേ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെയും സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് കേട്ടോ. അവരുടെ വീട് പാല് കാച്ചിൻ്റെ ഒരു ടൈമിൽ.
അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. എബിയും കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം എൻ്റെ അടുത്ത ജോലിയിലോട്ട് കടന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ കടലയും മുട്ടയാണ് കേട്ടോ കഴിച്ചത്. അയ്യോ സോറി, ഇന്ന് എബി പോയിട്ടുണ്ടായിരുന്നില്ല. അവന് ചെവി വേദന ആയതുകൊണ്ട് തന്നെ അവൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവനും ചേട്ടനും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ബാങ്കിൽ പോവേണ്ട കുറച്ച് അത്യാവശ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ടി വിയും കണ്ട് കിടന്നു. പിന്നെ ഇത് ഞാൻ അവനെയും കൊണ്ട് ഒരു 10 മണിയായപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആ ടൈമിൽ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവനെ തിരിച്ച് വീട്ടിലാക്കി. കൂടെ വരാൻ വേണ്ടി വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ബാങ്കിലും പഞ്ചായത്തൊക്കെ പോകേണ്ട കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ എബിയെ വീട്ടിൽ നിർത്തിയതിന് ശേഷമാണ് ഞങ്ങളിങ്ങ് വന്നത്. അവൻ വിചാരിച്ച് ഞങ്ങളെവിടെയോ ദൂരെ എവിടെയോ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അവന് കൂടെ വരാൻ വേണ്ടി അങ്ങനെ വിഷമിച്ച് നിന്നത് കേട്ടോ. പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബാങ്കിൽ പോയി, പഞ്ചായത്ത് പോയി. അതിനുശേഷം അശ്വിനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ കഴിഞ്ഞു. പിന്നീട് എനിക്ക് 2-3 ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അതും കൊടുത്തതിന് ശേഷം ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഓരോ ജ്യൂസും പപ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. ബീനയുടെ വീട്ടിലോട്ട് തന്നെ വന്നു. അവിടെ കുറേ നേരം വരെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ആണ് ഞങ്ങൾ പിന്നീട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അശ്വിനി വീട്ടിലോട്ട് നടന്നാണ് വന്നത്. പകുതി വഴി വെച്ചിട്ടാണ് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. അപ്പോൾ ഓട്ടോയിലാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾ വെങ്ങാനൂർ പോയ സമയത്ത് മീൻ വാങ്ങിക്കാൻ വേണ്ടി ചന്തയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വില ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അശ്വിനിയും സ്നേഹയും ഓരോ ചൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ചൂര വാങ്ങിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചൂര എന്നല്ല കേട്ടോ, വേറെ ഒരു മീനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല റേറ്റ് ആയിരുന്നു അവിടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. പിന്നെ ഞാൻ മധുരക്കിഴങ്ങാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ചോറ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ എങ്ങും വീട്ടിലോട്ടും പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.